കുറുവാ ദ്വീപിൽ നിന്ന് നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ച് അത് കഴിഞ്ഞ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. പിന്നെ പോകുന്ന വഴിക്ക് കാപ്പിത്തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാപ്പിത്തോട്ടം ഞാൻ ഇതുവരെ കാപ്പി കുരുവായതിന് ശേഷമേ കണ്ടിട്ടുള്ളൂ. പിന്നെ പൂത്തിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല വെള്ളപ്പൂ, നല്ല വെള്ള ജമന്തി വിരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ കാപ്പിത്തോട്ടവും കാണാൻ. ചെടീൻ്റെ മുകളിൽ പൂവുള്ളത് അതും ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന്. അതും കൂടെ പക്ഷേങ്കിൽ അത് എന്താ വെച്ചാൽ ട്രാവലിങ്ങിൽ തന്നെ ആയതുകൊണ്ട് പൂ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാലും ആ വെള്ള കളർ, ചെടീൻ്റെ മുകളിൽ കാണുന്ന വെള്ള കളറ് കാപ്പി പൂവാണ്. അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോൻ്റെ അടുത്തെത്തി. പൂപ്പൊലി 2024 അതാണ് അതിൻ്റെ പേര്. അവിടുന്ന് കയറി ഉള്ളിൽ കയറിയപ്പോൾ തൊട്ട് തന്നെ തുടങ്ങി പൂക്കൾ. ഇതിങ്ങനെ പിന്നെ ജമന്തിയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളറിൽ ഇടക്കിടക്കാനും വേറെ എന്തെല്ലാം ഉണ്ട് പൂക്കളെല്ലാം. അതിൻ്റെ ഒന്നും പേരൊന്നും അറിയുന്നില്ല. പിന്നെ ചെട്ടിപ്പൂ, ജമന്തി, എന്തെല്ലാം കൂടെ ഇങ്ങനെ കോഴിപ്പൂ. നമ്മൾ കോഴിപ്പൂ എന്നാണ് പറയൽ, എന്താണെന്നറിയില്ല. അതല്ലേ എത്ര ദൂരം സ്ഥലത്താണെന്നറിയാം. ചെറിയ സ്ഥലത്തൊന്നല്ല ഇതൊന്നും ഉള്ളത് കേട്ടോ. ഒരുപാട് വലിയ സ്ഥലത്താണ് ഉള്ളത്. ഓടിച്ച് നടക്കലാന്ന്, ഒരുത്തിയിൽ നിന്ന് എടുക്കാനും പറ്റിയിട്ടില്ല. കോഴിപ്പനതാ ആ ചെറിയ ഇതുള്ള വെറൈറ്റി കളർ കൂടി എന്തെല്ലാം കളറുകൾ ഒരുമിച്ച്. ഇത് എൻട്രി കയറിയ പാടുള്ളതാണ്. അത് പിന്നെ ഒരു ഓവ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെള്ളം വന്നിട്ട് വേറെ ഏതോ വഴിക്ക് വെള്ളം തിരിച്ചു തരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെയുള്ള പൂക്കളതാണ്. ചെട്ടിപ്പൂവെല്ലാം തന്നെയാണ് കുറേ ഉള്ളത്. നമ്മൾ ചെട്ടിപ്പൂ എന്ന് പറയുന്നതാണ്, മറ്റുള്ളവരെന്താ പറയാമെന്നറിയില്ല. പിന്നെ ഗ്ലാഡിയോലസ്, കുറേ പേരറിയാത്ത ചെടിയും പൂവെല്ലാം ഉണ്ട്. അതെ, പിന്നെ എല്ലാവർക്കും കൂടി ഇഷ്ടമായിട്ട് കാണാൻ പോയ സംഭവമാണ്. ഗ്ലാഡിയോലസാണ് മൊത്തം ആ സൈഡിൽ. ഇതൊന്നും പേരൊന്നും അറിയില്ല ഇതിൻ്റെ ഒന്നും. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചതോ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവരിതെല്ലാം ചെയ്തിട്ടുണ്ടാവുക. ഇതൊന്നും പേരറിയില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പൂവാന്നതില്ലോ. ഡാലിയ അടുത്തത്. ഇത് ഒരു കൈവണ്ടി പോലത്തെ ഒരു സാധനമാണ്, വാർപ്പിൻ്റെ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വാരിക്കൂട്ടിയ പോലെ ചെടികളും പൂക്കളെല്ലാം ഇങ്ങനെ. ഇത് ശരിക്കും ലൈറ്റ് ഷോ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നമുക്കത് ലൈറ്റിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്നുവെച്ചാൽ എല്ലാവർക്കും വരേണ്ട തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഉയരത്തിൽ വരുന്നത് 6 മണിക്ക് ശേഷമേ ലൈറ്റ് ഉണ്ടാവും. പിന്നെ 6:30 ആവും. നമ്മൾ 6 മണിയോടുകൂടി അവിടുന്ന് പുറപ്പെടുകയും ചെയ്ത്. അതുകൊണ്ട് ലൈറ്റ് ഷോ കാണാൻ പറ്റിയിട്ടില്ല. തൽക്കാലം ഇത്ര മാത്രമേ ഇത് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇത് എൻ്റെ ടൂർ പോയ ഫ്രണ്ട്സാണ്. നമ്മൾ 49 ആൾ പോയിട്ടുണ്ടായിരുന്നു. 1000-ൽ പരം എന്നാണ് പറഞ്ഞത് അവർ. അപ്പം നമുക്ക് എണ്ണീറ്റും തീർന്നിട്ടില്ല. അങ്ങനെയുള്ള ഫ്ലവർ ഷോ ആയിരുന്നു. അതുകൊണ്ടാണ് അത് കാണാൻ പോയത്.
ഫ്ലവർ ഷോ ഇനിയും കുറേ ഒരുപാട് കാണാനുണ്ട്, കണ്ടതുണ്ട്. പക്ഷേങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്കെല്ലാം ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് മതിയാക്കിയത്. ഇനി ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാൽ അതും കൂടെ കാണിച്ചു തന്നൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി ബാക്കിയുള്ള ഞാൻ വീഡിയോ കൂടി ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം മതിയാക്കി. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ, പിന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നില്ല, ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് കണ്ടാലല്ലേ നമുക്കത് അതിൻ്റെ ബാക്കി കാര്യങ്ങളും പറഞ്ഞുതരാൻ പറ്റും. പിന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.